26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെയാവില്ല. ഇത്തവണ അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചന. ശമ്പളം ഇരട്ടിയായി ഉയർന്നേക്കാം. എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാകുമെന്നതാണ് ജീവനക്കാർ കാത്തിരിക്കുന്നത്. എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. എന്നാൽ ആ കാത്തിരിപ്പ് വെറുതെയാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാറുള്ളത്. കഴിഞ്ഞ 7ാം ശമ്പള കമ്മീഷൻ 2016 ജനുവരി 1-നായിരുന്നു പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് അടുത്ത ശമ്പള പരിഷ്കരണം 2026 ജനുവരി മുതൽ തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചതിൽ കാലതാമസമുണ്ടായി. ശമ്പള പരിഷ്കരണം എന്ന് പ്രഖ്യാപിച്ചാലും അവയ്ക്ക് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷയായ കമ്മീഷൻ കഴിഞ്ഞ നവംബറിലായിരുന്നു രൂപീകരിച്ചത്. തുടർന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ 18 മാസത്തെ കാലയളവാണ് നൽകിയത്. മുൻകാല കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇത്തവണ ഏറ്റവും നേരത്തെ റിപ്പോർട്ട് ലഭിക്കുക 2027 ഫെബ്രുവരിയിലായിരിക്കും. കൂടാതെ മുൻകാല പ്രവണതകളെ അടിസ്ഥാനമാക്കി ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ 2 മുതൽ 3 വർഷം വരെ എടുത്തേക്കും. അതായത് 2027 പ്രഖ്യാപിച്ചു വർധനവ് 2029 അല്ലെങ്കിൽ 2030 മാത്രമേ പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിക്കൂ. ശുപാർശ സമർപ്പിക്കാൻ നൽകിയിട്ടുള്ള കാലാവധി പകുതിയായിട്ടുണ്ട്. നിലവിൽ ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ സംബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കമ്മീഷൻ അഭിപ്രായങ്ങളും ശേഖരിച്ചു വരുന്നുണ്ട്. ജീവനക്കാരുടെ യൂണിയനുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവനക്കാരുടെ യൂണിയനുകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ കമ്മീഷന് പ്രാധാന്യം നൽകുന്നുണ്ട്. അവയുടെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര സർക്കാരിന് അന്തിമ ശുപാർശ നൽകുന്നത്. ഇത്തവണ അടിസ്ഥാന ശമ്പളത്തിൽ വൻ വർധനവുണ്ടാകുമെന്ന സൂചനയുണ്ട്. ശമ്പളം ഇരട്ടിയായി തന്നെ ഉയർന്നേക്കാം. എന്നാൽ അടിസ്ഥാന ശമ്പളത്തിന്റെ വർധനവിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ 18,000 രൂപയാണ്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 8ാം ശമ്പള കമ്മീഷനിൽ ജീവനക്കാരുടെ സംഘടനകൾ നിരന്തരം ആവശ്യപ്പെടുന്നത് 3.68 ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. ഇത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ നിലവിലുള്ള കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 26,000 രൂപ മുതൽ 34,000 രൂപ വരെയായി കുത്തനെ ഉയർന്നേക്കും. അതേസമയം സാമ്പത്തിക വിദഗ്ധരുടെയും സാമ്പത്തിക വിശകലന ഏജൻസികളുടെയും ഒക്കെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം സർക്കാർ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86-നും 3-നും ഇടയിൽ നിശ്ചയിക്കാനാണ് കൂടുതൽ സാധ്യത. അതേസമയം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതോടെ സർവീസിലുള്ള ജീവനക്കാർക്ക് മാത്രമല്ല കോടിക്കണക്കിന് വരുന്ന കേന്ദ്ര സർവീസ് പെൻഷൻകാരുടെയും പ്രതിമാസ പെൻഷനിൽ വലിയ വർധനവ് തന്നെ ഉണ്ടായേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.